ചക്കരാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മീൻ കണ്ടോ? ഇത് വട്ടം കണ്ണി, കത്തിക്കാര, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടും. ഇതിനെ നമുക്കൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മസാല കൂട്ടുകൾ തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. മീനിലേക്ക് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണിത്. നല്ല മാംസവും ടേസ്റ്റും ഉള്ള, ഫ്രൈ ചെയ്യാനും കറിയാക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിനെ നമുക്ക് വേറൊരു മസാല കൂട്ട് ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് മസാല ആയിട്ടെടുക്കാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വരഞ്ഞു കൊടുത്തിട്ടുള്ള മീനാണ്. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് ഇതിലോട്ട് പിടിച്ചോട്ടെ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് കറിവേപ്പില, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് പൊരിച്ചെടുക്കാം. മീൻ ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു സ്പൂൺ കുരുമുളക്, അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, അല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പാകത്തിനുള്ള ഉപ്പ്. ഫ്രൈ ചെയ്യുന്ന മീനിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് മസാലയ്ക്ക് ഉപ്പ് കൊടുത്താൽ മതി. ഒരു വാളം പുളിയുടെ പൾപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു പുളിയെല്ലാം കിട്ടുന്നതിന് വേണ്ടി അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് വെച്ച് അടിച്ചെടുക്കാം. മീൻ ഒരു സൈഡ് നല്ലവണ്ണം എരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് അധികം അങ്ങ് മുരിക്കണ്ട. ചെറിയ മീൻ നമുക്ക് ഇന്ന് മസാലയിലൂടെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട. മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഫ്രൈ ആയിട്ടുള്ളത്. നമുക്ക് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത മീനും ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. മീനിന് വേണ്ടി അരച്ചെടുത്ത് കൊണ്ടുവന്ന മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് വഴറ്റി എടുക്കാം.
ആ എണ്ണ മീൻ പൊരിച്ചതിൻ്റെ ബാക്കി ആ പാത്രത്തിൽ ആ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കും. ആ മസാലയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത മീനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം ഇതിലോട്ട് പൊതിയുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. മീൻ ഫ്രൈ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. വട്ടം കണ്ണി, കത്തിക്കാര അങ്ങനെയൊക്കെ പറയുന്ന മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.